ഹലോ, ഈ കാണുന്ന സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ? മലയാള സിനിമയുടെ ചരിത്രപ്രധാനമായ എത്രയോ നിമിഷങ്ങൾ ഷൂട്ട് ചെയ്ത സ്ഥലമായിരിക്കും ഇത്. അതെ, നമ്മളിന്ന് എത്തിയിരിക്കുന്നത് വരിക്കാശ്ശേരി മനയിലാണ്. പറയുമ്പോൾ തന്നെ സന്തോഷം. നമ്മളൊക്കെ അറിയാവുന്ന ആ ഒരു കഥാപാത്രങ്ങൾ എത്രയോ തവണ വന്നു പോയതായിരിക്കും. ലാലേട്ടനൊക്കെ എത്ര തവണ ഈ വീട്ടിൽ വന്നിട്ടുണ്ടാവുമായിരിക്കും, നീ ഒന്ന് ആലോചിച്ച് നോക്കി. ഓഹ്, ഏതായാലും നമ്മൾ ചെന്നപ്പോൾ ചെറിയ മഴയുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു നമുക്കറിയാവുന്ന മുഹൂർത്തങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടി ഓടി വന്നുകൊണ്ടിരുന്നു. ഈ വീടൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ, വഴിയേ പറയാം ഇതെന്തായെല്ലാം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും മംഗലശ്ശേരി തറവാടിൻ്റെ പൂമുഖം, അവിടെ ആ ചാരുകസയിൽ ലാലേട്ടൻ്റെ ഒരു ഇരിപ്പ്, എന്താ ഒരിത്. ഈ ഒരു നടുമുറ്റത്ത് മഴ പെയ്യുന്നത് കാണാനാണ് ശ്രീഹരിക്ക് ഇഷ്ടമെന്നാണ് മീന ചന്ദ്രോത്സവത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഓർമ്മയുണ്ടോ ആ രാപ്പകൽ സിനിമയ്ക്കകത്ത് കാറ്റത്രി കിളിക്കൂട് എന്ന് പറഞ്ഞ അപ്പൂപ്പനും അമ്മയും നടന്നു പോകുന്ന സീന്? ഇതൊക്കെ ശരിക്കും അതിന് മുമ്പിലാണ്. നമുക്കിങ്ങനെ ഓർക്കുമ്പോൾ ഭയങ്കരമാണ്. ഈ ഒരു സ്ഥലം ശരിക്കും നമ്മുടെ കഥാനായകൻ സിനിമ ഓർമ്മയുണ്ടോ, പയ്യാരത്ത് പത്മനാഭൻ നായർ? അതിനകത്ത് ജയറാം ജനാർദ്ദൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിറങ്ങി പോകുന്നില്ലേ, ശങ്കുമ്മാവനെ ജനാർദ്ദനൻ തല്ലിയതിൻ്റെ പേരിൽ? അതൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഇതിലാണ് നമ്മുടെ നീലകണ്ഠൻ ഭാനുമതിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഡാൻസ് ചെയ്യിപ്പിച്ച പൂമുഖം. അതുപോലെ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ശാരദ ഭാനുമതിയോട് പറയുന്നത്, ഏട്ടത്തി ഇതേ നീലകണ്ഠം വന്നു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന കോണിപ്പടി, ഇത് ശരിക്കും പയ്യാരത്ത് തറവാട്ടില് KPS ലളിത സ്വർണ്ണുരുളി എടുക്കാൻ പോകുന്നതാണ്. ഈ ഇടവഴിയിലൂടെ മഞ്ജുവാർ ഓടുമ്പോഴാണ് സായികുമാറിന്റെ ഫ്രണ്ട്സ് വന്ന് അവരെ മോശമായിട്ട് വർത്താനം പറയുന്നത്, ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നു, അവരെ പറഞ്ഞു വിടുന്നതെല്ലാം. അതുപോലെ ഒരൊറ്റ ചോദ്യം മാത്രം, ഈ ഒരു മരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതിന്റെ ചുവട്ടിൽ ഒരു ആനയും ആനക്കാരാണ് സലിംകുമാറും. ആനപ്പുറത്ത് കയറുന്നത് ആരാണെന്ന്?